മലയാള സിനിമാ വ്യവസായം വലിയ പ്രതിസന്ധിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫിലിം ചേംബർ ഒരു കത്ത് എല്ലാ സംഘടനയ്ക്കും അയച്ചിരിക്കുകയാണ്. ഈ കത്തിൻ്റെ ഉള്ളടക്കം കൃത്യമായി പറയുന്നത്, കാരണം കഴിഞ്ഞ പല പ്രാവശ്യമായി സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തിയെങ്കിലും സിനിമാ മേഖലയ്ക്ക് വേണ്ട ഒരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫിലിം ചേംബർ ഒരു കത്ത് ഇറക്കിയിട്ടുണ്ട്, മാധ്യമങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതുപോലെ എല്ലാ സംഘടനയ്ക്കും നൽകിയിട്ടുണ്ട്. ഈ സമരവുമായി മുന്നോട്ട് പോകാതെ സർക്കാർ പറയുന്നത് കൃത്യമായി അനുസരിച്ച് കൊണ്ട് ഇവർ മുന്നോട്ട് പോയി. എന്നാൽ ഒരു ആനുകൂല്യവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത സാഹചര്യമാണ്. അന്ന് തന്നെ പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു, ഒരു സൂചനാ പണിമുടക്ക് വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ അതിന് എതിർത്തുകൊണ്ട് കുറേ ആളുകൾ വരുന്നു. പക്ഷേ ഇതൊക്കെ സംഘടനയ്ക്ക് ദൂഷ്യം ചെയ്യുന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയി. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘടനയ്ക്ക് ഒരു രീതിക്കും ഒരു സഹായം സർക്കാരിൽ നിന്നിൽ ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്തെഴുതിയിരിക്കുന്നത്. കത്തിൻ്റെ ഉള്ളടക്കം ഇപ്രകാരമാണ്: മലയാള ചലച്ചിത്ര വ്യവസായം നിലനിൽക്കുന്നതിന് വേണ്ടി പല ഘട്ടങ്ങളിലായി സംസ്ഥാന സർക്കാരിനോട് സഹായം അഭ്യർത്ഥിക്കുകയും അതിനെ തുടർന്ന് 20/1/2026 സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എല്ലാ സംഘടനകളുടെയും പ്രതിനിധികളെ വിളിച്ചു ചേർത്ത് ഒരു യോഗം കൂടുകയും അതുപ്രകാരം 2 ആഴ്ചയ്ക്ക് നമ്മൾ വിവിധ വിഷയങ്ങൾ തീരുമാനമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. അന്നത്തെ സംസാരത്തിൽ അതാണ് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഒന്നായിരുന്നു, ചിത്രാഞ്ജലിയിൽ നിർമ്മിക്കുന്ന മലയാള ചിത്രങ്ങൾക്ക് നൽകി വരുന്ന സബ്സിഡി കാലാനുസൃതമായി വർദ്ധിപ്പിക്കണം എന്നുള്ളത്. എന്നാൽ ഈ വിഷയത്തിൽ മറ്റ് വിഷയങ്ങളിലും നാളിതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതിനാൽ 4/3/2026 ചിത്രാഞ്ജലിയിൽ നടക്കുന്ന നവീകരിച്ച ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ 1ാം ഘട്ടം ഉദ്ഘാടന പരിപാടിയിൽ സിനിമാ വ്യവസായത്തിലെ സംഘടനകൾ പങ്കെടുക്കാതെ നമ്മുടെ പ്രതിഷേധം അറിയിക്കണമെന്ന് ഫിലിം ചേംബർ അഭിപ്രായം. താങ്കളുടെ സംഘടന ഈ അഭിപ്രായത്തോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് കത്തിൽ പറയുന്നത്. 1ാം ഘട്ടം ഉദ്ഘാടനം, നവീകരിച്ചതിൻ്റെ 1ാം ഘട്ടം ഉദ്ഘാടനമാണ്. അതിൽ നിന്നും മാറി നിൽക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് സംഘടനകൾക്കെല്ലാം കത്തയച്ചിട്ടുണ്ട്. ആ കത്തും പ്രകാരം മാറി നിൽക്കണമെന്ന് അറിയിച്ചു. പക്ഷേ സംഘടനകൾ എങ്ങനെ എടുക്കും തീരുമാനമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത് വേണ്ട ഒരു സമരമായിട്ട് തന്നെ കണക്കൂട്ടും. കാരണം ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് സിനിമാ വ്യവസായമാണ്. തിയേറ്ററുകൾ അടച്ചിട്ടിരിക്കുന്നു. ഇവർക്കൊന്നും കിട്ടുന്ന ആനുകൂല്യം കിട്ടാത്തൊരവസ്ഥ. തിയേറ്റർ അടച്ചിട്ടുണ്ടെങ്കിൽ സിനിമകൾ കുറവായതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ആനുകൂല്യങ്ങളൊന്നും കിട്ടാത്ത സാഹചര്യം വന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു കത്ത് എഴുതിയിരിക്കുന്നത്. ഇത് താരസംഘടന അമ്മയ്ക്ക് അയച്ചിട്ടുണ്ട്, ഫെപ്കയ്ക്ക് അയച്ചിട്ടുണ്ട്, ഫിയോക്കിന് അയച്ചിട്ടുണ്ട്, നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ സംഘടനയ്ക്കുമാണ് ഇപ്പോൾ ഫിലിം ചേംബർ കത്തയച്ചിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം ഈ സംഘടനകളെല്ലാം ഇതോടൊപ്പം യോജിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിനും ഭിന്നാഭിപ്രായം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.